നമ്മൾ ആ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് അല്ല, നീ ഉണ്ടെങ്കിലും ഓക്കെ നീ ഇല്ലെങ്കിലും ഓക്കെ എന്നുള്ളൊരു ഇത് വരിക, ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല എന്ന രീതിയിൽ വരുന്ന എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പറയണ്ടെന്ന് തോന്നി വിഴുങ്ങി പോകുന്ന അവസ്ഥ. അതേപടി തന്നെ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു, ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതല്ല പറയാൻ പറ്റുന്നത്. അപ്പോൾ അധികാരികളുടെ മുമ്പിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പം അവിടെ നിന്ന് വിങ്ങുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന കണ്ടീഷനിങ്ങിൻ്റെ പാർട്ടാണ്. എത്ര ചികിത്സിച്ചിട്ടും നിങ്ങളുടെ തൈറോയ്ഡ് കണ്ടീഷൻസ് ഹൈപ്പോ തൈറോയിഡിൽ നിന്ന് ഹാഷിമോട്ടോയിലേക്കും ഹാഷിമോട്ടോയിൽ നിന്ന് ഹൈപ്പോ തൈറോയിഡിലേക്കും മാത്രം മാറി നിൽക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ ഹീലാവാത്ത കുറച്ച് ഇമോഷൻസ് നിങ്ങളുടെ ട്രോട്ടിനെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ HPA ആക്സസിനെ എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. I'm Alia Binsi Matthew, consultant lifestyle modification coach, Ayush Mandra, Kottayam and Edappally. തൈറോയിഡ് എന്ന് പറയുന്ന നമ്മുടെ ട്രോട്ടുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ വിസ്ഡമിക് ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചക്ര എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ട് HPA ആക്സിസ് എന്ന് പറയും. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ ആക്സിസ് ആണ് HPA ആക്സിസ്. അതായത് നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ഇമോഷൻസ് ഉള്ളിലേക്ക് പതുക്കി താത്തി വയ്ക്കുക, സപ്രസ് ചെയ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ HPA ട്രിഗറായിട്ട് അതിൻ്റെ ഒരു ഷെഡിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് നമ്മളുടെ അവയവുമായിട്ടുള്ള പർട്ടിക്കുലർ അവയവുമായിട്ടുള്ള ഒരു ഇറഗുലേഷൻ നടക്കുകയാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി കരയുന്നു. അപ്പോൾ കരയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് ഒരു അടി കൊണ്ടിട്ട് കരയുന്നു. കരയാൻ സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങളെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് വായടപ്പിക്കുന്ന മാതാപിതാക്കൾ, ഗാർഡിയൻസ് അല്ലെങ്കിൽ അധ്യാപകർ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ വിങ്ങലുകൾ ഇവിടെ ഇങ്ങനെ വാക്കുകളായിട്ട് തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സത്യം പറയാൻ കഴിയാതെ വരുന്ന അവസ്ഥ, നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നത് സംസാരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ, ആ അവസ്ഥ സപ്രസ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇവിടെയാണ് ഈ ഇമോഷൻ തൈറോയിഡുമായി കണക്റ്റഡ് ആകുകയും പിൽക്കാലത്ത് ഇത് ഹൈപ്പോ തൈറോയിഡ് എന്ന കണ്ടീഷനിലേക്ക് മാറും. അപ്പം അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ, അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നൽ, ചിലപ്പോൾ അബാൻഡൻ ചൈൽഡ്ഹുഡുകൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പേരൻസ് കറക്റ്റായിട്ട് കേൾക്കാനില്ലാതിരിക്കുക, നമ്മൾ ആ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മാതാപിതാക്കളുടെ പെരുമാറ്റം, അതിപ്പം പാർട്ട്ണറുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ ആ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് അല്ല, നീ ഉണ്ടെങ്കിലും ഓക്കെ നീ ഇല്ലെങ്കിലും ഓക്കെ എന്നുള്ളൊരു ഇത് വരിക, ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല എന്ന രീതിയിൽ വരുന്ന ഒരു കണ്ടീഷൻ അവിടെ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ പലപ്പോഴും വിഴുങ്ങിപ്പോകുന്ന സ്വാലോണ്ട് ഇമോഷൻസ് എന്ന് പറയും. എന്തെങ്കിലും ഒന്ന് പറയാൻ വരുന്നു, അപ്പോൾ അവർക്ക് പെട്ടെന്ന് പറയണ്ടെന്ന് തോന്നി പോകുന്ന അവസ്ഥ. അതേപടി തന്നെ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു, ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതല്ല പറയാൻ പറ്റുന്നത്. അപ്പോൾ അധികാരികളുടെ മുമ്പിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പം അവിടെ നിന്ന് വിങ്ങുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന കണ്ടീഷനിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ അവിടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഗദ്ഗതങ്ങൾ അത് പല തവണയാകുമ്പം അവിടെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ പർട്ടിക്കുലർലി ആ ശരീരത്തിൻ്റെ അവയവവുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് ആണ് ഇത്തരം ഇതിൽ ട്രിഗേർഡ് ആകുന്നത്. ഇത്തരം കണ്ടീഷൻസിൽ നമ്മളിൽ സ്റ്റോർഡ് ഇമോഷൻസ് അവിടെ ശരീരത്തിൽ ഘനീഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു മാറ്റവും വരാതെ വരുന്നു. അപ്പോൾ പലപ്പോഴും ഉള്ളിലൊതുങ്ങുന്ന സങ്കടങ്ങൾ ഗദ്ഗതങ്ങളായി തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരുന്നു. പിൽക്കാലത്ത് നമുക്ക് പലതും പറയാൻ ധൈര്യം വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുമ്പം ഒരു പ്രത്യേക ഒരു സാഹചര്യം വരുമ്പോൾ, ഇപ്പം ചെറുപ്പത്തിലെ ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിച്ച് പാർട്ട്ണറുടെ അടുത്ത് ചെല്ലുന്നു, അവിടെയും ഈ സിറ്റുവേഷൻ വരുന്ന അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാനെടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ സ്റ്റാൻഡ് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അവിടെ ഇമോഷൻസ് തൊണ്ടയിൽ കുടുങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ നോക്കിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ ഒരു പക്ഷേ കുറച്ച് ഡോമിനേറ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ പറയാം, ഈ നാടകമൊന്നും ഇവിടെ വേണ്ടാന്ന്.
വീണ്ടും അവൾക്ക് അല്ലെങ്കിൽ അവന് അല്ലെ ആ കുട്ടിക്ക് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ പലരുടെയും ബന്ധങ്ങൾ ദുരിതത്തിലാകുന്ന ഒരു കണ്ടീഷൻ തന്നെയാണിത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അവയവം ഒരു അസ്ഥിരതയിലേക്ക്, പ്രത്യേകിച്ചും തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു അവയവമാണ് അതിൻ്റെ ഹോർമോണൽ വ്യതിയാനങ്ങളോടുകൂടി ശരീരത്തെ വേറൊരു രീതിയിലേക്ക് നയിക്കുന്നത്. അതായത് ഹൈപ്പോതൈറോയ്ഡ് പോലെ ഉള്ള കണ്ടീഷനിലേക്ക് വരുന്നു. ഹൈപ്പോതൈറോയ്ഡ് നിലവിട്ട് അധികമാകുമ്പം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനൂടെയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് പല ചികിത്സകളും ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഈ സിറ്റുവേഷൻ മുമ്പോട്ട് വരികയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഇമോഷണൽ ഹീലിംഗ് ആണ്. ബയോളജിക്കൽ സ്പേസിൽ മാത്രമല്ല, ബയോസൈക്കോളജിക്കൽ സ്പേസിലും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കും വീട്ടിൽ ചെയ്യാവുന്ന ഹീലിംഗ് റെമഡികൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക. കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്.